നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം NN കൃഷ്ണദാസ് പ്രധാനമന്ത്രി നേരിട്ട് അറിയിച്ചതായി സൂചന. കേരളത്തിൽ ഇടതു വലത് മുന്നണികൾ തമ്മിൽ നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് കൃത്യമായ ധാരണയുള്ളതായി മനസ്സിലാകുന്നു. കൃഷ്ണദാസിന്റെ ആവശ്യം ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി അറിയിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ മോഷണത്തിൽ വിദേശ ബന്ധം തെളിഞ്ഞാൽ കേസിന്റെ തുടരന്വേഷണം CBIക്ക് ഹൈക്കോടതി കൈമാറിയേക്കും. സ്വർണ്ണ പാളികൾ വിദേശത്തേക്ക് കടത്തി 500 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിലാണ് SITയുടെ അന്വേഷണം. പുരാവസ്തു മാഫിയയിലേക്കാണ് ആരോപണത്തിന്റെ മുന നീളുന്നത്. ചെന്നിത്തലയുടെ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ ശേഷം ചെമ്പിൽ പുതിയതുണ്ടാക്കി സ്വർണം പൂശി തിരികെ കൊണ്ടുവച്ചതാണ് SITയുടെ നിഗമനം. ഇത് സ്ഥിരീകരിക്കാൻ ഇപ്പോഴുള്ള സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം VSSCയുടെ ലാബിൽ പരിശോധിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ ഒറിജിനലാണോ എന്നതിൽ ഹൈക്കോടതിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബെല്ലാരിയിലെ ജുവലറിയിൽ നിന്ന് കുറെ സ്വർണം പിടിച്ചെടുത്തിരുന്നു. പാളികളിൽ നിന്ന് കവർന്ന സ്വർണം തിരികെ നൽകി തലയൂരാനാണ് അപ്പോൾ പ്രതികൾ ശ്രമിച്ചത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര ബന്ധം ഹൈക്കോടതി സംശയിച്ചതോടുകൂടി അത്തരം നീക്കങ്ങൾ ഉണ്ടായില്ല. ശ്രീകോവിലിന്റെ ഭാഗമായ സ്വർണ്ണപ്പാളികൾ കവർന്നതിൽ ഈജിപ്തിലെ പുരാവസ്തു വ്യാപാരികളുമായുള്ള ബന്ധം വരെ ആരോപിക്കപ്പെട്ടു. വൻ വ്യവസായിക്ക് പാളികൾ വിറ്റതായി പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചിട്ടുണ്ട്. റിമാൻഡിലുള്ള ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A പത്മകുമാർ, N വാസു എന്നിവരുടെ വിദേശ യാത്രകൾ ദുരൂഹമാണ് എന്ന് SIT കണ്ടെത്തിയിരുന്നു. പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുവരും വിദേശയാത്രകൾ നടത്തിയിരുന്നതായാണ് വിവരം. പത്മകുമാറും വാസുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് യാത്ര നടത്തിയത് എന്തിനാണ് എന്നാണ് ചോദ്യം. വിഗ്രഹങ്ങളും ദൈവികാംശമുള്ള സ്വർണ്ണപ്പാളികളും ഒക്കെ മോഷ്ടിച്ചാൽ വിദേശത്ത് അവയുടെ വില മതിക്കാനാവാത്ത ഡിവൈൻ വാല്യൂ ഉപയോഗിച്ച് കോടികൾ നേടാം. ഇന്ത്യയിൽ നിന്നുള്ള അപൂർവ വിഗ്രഹങ്ങൾ, ശില്പങ്ങളും US, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഗൾഫ് എന്നിവിടങ്ങളിലെ പല ആർട്ട് ഹൗസുകളിലും സ്വകാര്യ രേഖകൾ ശേഖരണങ്ങൾ ഉണ്ട്. ഇന്റർപോളുമായി ചേർന്ന് വിദേശത്തെ അന്വേഷണം നടക്കും. പങ്കുള്ള രാഷ്ട്രീയക്കാരടക്കം വൻ തോക്കുകളാണ് അകത്താകാൻ പോകുന്നത്. കള്ളപ്പണ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും വെളിച്ചത്താവും. CBI അന്വേഷണം ആവശ്യപ്പെട്ട BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഹിന്ദു ഐക്യവേദിയും അടക്കം നൽകിയ ഹർജികൾ കോടതിയിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായി ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കിയ ബന്ധവും രാഷ്ട്രീയ ധാരണയും ഇനി കേരളത്തിൽ മാത്രമല്ല ഭാരതം മുഴുവനും ചർച്ച ചെയ്യപ്പെടുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറയുന്നു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതരാഷ്ട്രവാദത്തിന്റെ ബുദ്ധി കേന്ദ്രമായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഇരു മുന്നണികളുടെയും ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസും പാതി വഴിയിൽ നിർത്തി അന്വേഷണം അവസാനിപ്പിക്കാൻ ഇടത് വലത് മുന്നണികൾ ധാരണ ഉണ്ടാക്കിയോ എന്ന സംശയമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ CPM നേതാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത്. അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് നേതാക്കളും കുടുങ്ങുമോ എന്ന ഭയമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ കേസുകളും പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ധാരണ ഉണ്ടാക്കിയോ എന്ന സംശയമുണ്ട്. ഇത്ര ദിവസമായിട്ടും MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനായില്ല എന്നത് ഇക്കാര്യത്തിൽ സംശയത്തിന് വക നൽകാത്തതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സമകാലിക രാഷ്ട്രീയ സാഹചര്യവും ചർച്ചയായി എന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ കുറിച്ചും കഴിഞ്ഞ മാസങ്ങൾ BJPയും NDAയും നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം BJPക്കും NDAയ്ക്കും അനുകൂലമാണ് എന്ന് വിലയിരുത്തി. വികസന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയതായും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. ആദ്യമായാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇത്തരമൊരു ആവശ്യം സമർപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ BJP നേതാക്കൾ ആരും പ്രധാനമന്ത്രിയെ കണ്ടിരുന്നില്ല. രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ശബരിമല വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. പത്മകുമാറിനും വാസുവിനും പിന്നാലെ അന്നത്തെ മെമ്പർമാരും സംശയത്തിന് നിഴലിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് മെമ്പർമാരായ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും പങ്ക് വ്യക്തമാക്കുക മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മൊഴിയെടുപ്പിന് ശേഷമാണ്. 2 തവണ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിട്ടും 3ാം തവണ കോടതി ജാമ്യം അനുവദിച്ചില്ല. അതിനാൽ അവരെ ഏതു സമയവും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നാണ് സൂചന. ദേവസ്വം ഭരണം ബോർഡിനാണെങ്കിലും ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ ഉത്തരവാകുന്ന പരാതിക്കാരി സെക്രട്ടറിയാണ്.
ബോർഡ് യോഗം വിളിച്ച് കൂട്ടുക, അജണ്ടകൾ തയ്യാറാക്കുക, തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുടെ ഫയല് ഹാജരാക്കുക എന്നിവയാണ് സെക്രട്ടറിയുടെ ചുമതലകൾ. കൂടാതെ ദേവസ്വം വ്യവഹാരങ്ങളിൽ മറുപടി പറയാനുള്ള ചുമതലയും സെക്രട്ടറിക്കുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഇത്. പാളികൾ ചെന്നൈക്ക് കടത്തി സ്വർണം പൂശാനുള്ള ബോർഡ് തീരുമാനത്തിൽ ഉത്തരവിറക്കിയത് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആയിരുന്നതിലാണ് അവരും കേസിൽ ഉൾപ്പെട്ടത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് SITക്ക് ജയശ്രീയിൽ നിന്നും അറിയേണ്ടത്. പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് ഫയൽ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീക്ക് കൈമാറിയ ശേഷം പ്രസിഡന്റ് ആയിരുന്ന A. പത്മകുമാർ അതിൽ തിരുത്തൽ വരുത്തിയോ? തിരുത്തൽ വരുത്തിയെങ്കിൽ അതിന് മെമ്പർമാരായ ശങ്കർദാസും വിജയകുമാറും സാക്ഷിയായിരുന്നു. പാളികൾ കടത്താനുള്ള ഉത്തരവ് ബോർഡിന്റെ പൂർണ്ണമായ തീരുമാനപ്രകാരം ആയിരുന്നു. ബോർഡ് ഫയൽ തിരികെ ആവശ്യപ്പെട്ടാൽ സർക്കാർ സെക്രട്ടറി ബാധ്യതയാണ്. മെമ്പർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത് തിരുത്തലെങ്കിൽ അവരും പ്രതി ചേർക്കപ്പെടും. പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഫയലിൽ തിരുത്തൽ വരുത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വശം പാളികൾ ചെന്നൈക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് പത്മകുമാർ ഒറ്റയ്ക്കാണെന്നുമാണ് നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ ഇരു മെമ്പർമാരും പറഞ്ഞത്. തങ്ങൾ ഫയൽ ഒപ്പിട്ടിട്ടില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു. 3ൽ 2 ഭൂരിപക്ഷമില്ലാതെ ഉത്തരവുകൾക്ക് അംഗീകാരം എങ്ങനെ കൈവന്നു എന്ന ചോദ്യത്തിന് ജയശ്രീ മറുപടി നൽകേണ്ടി വരും. ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ പിത്തള പാളികൾ എന്ന പരാമർശം തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കിയത് മാത്രമാണ് പത്മകുമാറിന്റെ സ്വന്തം കൈപ്പടയിലുള്ളതെങ്കിൽ അത് കൊള്ളയിലേക്ക് നയിച്ച കാര്യങ്ങളിൽ ഒന്ന് മാത്രമായി SIT പരിഗണിക്കൂ. ജയശ്രീയെ മാപ്പുസാക്ഷിയായി പരിഗണിച്ച് ചോദ്യം ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത. കേസിൽ സാക്ഷിയായ നടൻ ജയറാമിന്റെ മൊഴിയും വൈകാതെ എടുക്കുമെന്നാണ് സൂചന. ചെന്നൈയിലെ ജയറാമിന്റെ വസതിയിൽ വാതിൽപ്പാളികൾ എത്താനുള്ള സാഹചര്യവും ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ നീക്കവും SIT രേഖപ്പെടുത്തും. വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കൾ മോഷ്ടിച്ചതിനും അനധികൃതമായി കയറ്റുമതി ചെയ്തതിനും തമിഴ്നാട്ടിലെ ഒരു വിചാരണ കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി 10 വർഷം തടവിന് ശിക്ഷിച്ച ഇന്ത്യൻ വംശജനായ US പൗരനാണ് സുഭാഷ് കപൂറിനെയാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. തമിഴ്നാട്ടിലെ അരിയല്ലൂരിൽ ജില്ലയിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് 19 വിഗ്രഹങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇതുമായി ബന്ധപ്പെടുത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കോടതി സമാനമായി കാണുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും പ്രധാനമായും ഈ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള വിഷയം ഒക്കെ തന്നെ ഒരുപക്ഷെ ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം. ജൂൺ 23-ന് വാഷിംഗ്ടണിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിലെ അംഗങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിനിടെ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 100 പുരാവസ്തുക്കൾ കൂടി തിരികെ നൽകാൻ US സർക്കാർ തീരുമാനിച്ചതായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. 2011 ഒക്ടോബറിൽ ജർമ്മനിയിൽ വെച്ച് അറസ്റ്റിലായ സുഭാഷ് കപൂർ നിലവിൽ തമിഴ്നാട്ടിലെ തിരുച്ചിയിലുള്ള സെൻട്രൽ ജയിലിലാണ് കഴിയുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അത്രയും വലിയ തട്ടിപ്പൊക്കെ തന്നെ നടത്തി എന്നാണ് ഇപ്പോൾ കോടതിയും വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മതങ്ങളുടെ മറവിൽ നടത്തുന്നത് ശരിയല്ല. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ 24 ക്യാരറ്റുള്ള 2519.70 ഗ്രാം സ്വർണം 1999 പൊതിഞ്ഞിട്ടുണ്ട്. ഈ വാതിൽ മാറ്റിയാണ് 2018-19 324.40 ഗ്രാം സ്വർണം പൂശിയ പുതിയ വാതിൽ സ്ഥാപിച്ചത്. ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലക, പീഠം, ശ്രീകോവിലിലെ മറ്റ് വസ്തുക്കൾ തുടങ്ങിയവയുടെ അളവെടുത്ത ശരിപ്പകർപ്പുകൾ ഉണ്ടാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യഥേഷ്ടം അവസരം ലഭിക്കുകയും ചെയ്തു. എന്തായാലും കാത്തിരുന്നു കാണാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന്.